ഇതൊരു കാറായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. പൂതക്കുഴിയും അതിൻ്റെ താഴെ ഒക്കെയാണ്. അനുഭവമാണ്. അത്ര അനുഭവം മതിയോ അലക്കുന്നു ചിന്തിപ്പിക്കുന്നതുമായൊരു കാര്യം. അന്ന് Welcome back. Let's start with tonight's Get Real India story, and it comes from Kerala. എന്തോ അവിടെ സംഭവിച്ചു എന്നുള്ള ക്ലിയർ വിഷൻ ഇല്ല. ഞാൻ പിന്നെ സമയം എടുത്തു കൊല്ലാൻ വെക്കാൻ. പൊതുവേ ഇവരെയൊക്കെ വിളിക്കേണ്ട ആരെ കിട്ടുന്നില്ല. എൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഒരു ഘട്ടത്തിൽ അവരുടെ കൈ എനിക്ക് മുറിച്ചു മാറ്റേണ്ടതായി വന്നു. 4 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന 40ഓളം വീടുകളും കംപ്ലീറ്റ് ബോഡിയിലെ നമ്മൾ കൈപെടാമോ മുഖം തൊടാമോ എന്ത് പടിയുമേ ഇല്ല. ബെഡ്റോക്കിൽ വെള്ളം ഇറങ്ങുന്ന സമയത്ത് ഇത് അതിനുശേഷം ഇറങ്ങാൻ പറ്റില്ല വെള്ളത്തിൽ. Faith is on പെട്ടിമുടി. இப்படி ஒரு துரந்தம் வந்து இத்தனை ஒரு ரிலேட்டிவ்ஸ் எல்லாம் இறந்து போயிருப்பாங்க அப்படிங்கிறது ஒரு பெரிய ஒரு தகரம். சுருக்கமாக எப்படி சொல்றதுன்னு எனக்கு புரியலை. പെട്ടിമുടി ദുരന്തം ഏൽപ്പിക്കുന്ന ആഘാതം അത്ര വലുതാണ്. ഒപ്പം കഴിഞ്ഞ 3 ദിവസമായി അവിടെ വലിയ മഴയുണ്ടായിരുന്നു. 4 ദിവസമായി വൈദ്യുതിയോ മൊബൈൽ നെറ്റ്വർക്കോ സാഹചര്യം ഒന്നുമില്ലാത്ത അങ്ങനെ ഏറെ പ്രതികൂലമായ സാഹചര്യം. വലിയ തണുപ്പും കനത്ത മൂടൽമഞ്ഞും ശക്തമായ മഴയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇനിയും ഈ ദിവസം രക്ഷാപ്രവർത്തനം തുടരാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് നേരത്തെ ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് സൂചിപ്പിച്ചിരുന്നു. 7ഓളം ബോഡികൾ കണ്ടെടുത്ത പ്ലേസ് തന്നെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം നമ്മുടെ വലതുഭാഗത്ത് കാണുന്ന ഈ അവശിഷ്ടങ്ങൾക്കടിയിൽ ധാരാളം ബോഡികളുണ്ടാവും. കാരണം ഉരുളിൻ്റെ മേലിൽ നിന്നുള്ള സ്വഭാവം അനുസരിച്ച് 2 വശങ്ങളിൽ നിന്നും വന്നിട്ട് മധ്യഭാഗത്തേക്ക് ഇതിനെ ചുരുട്ടി കൂട്ടിയതായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഏറ്റവും അധികം വേസ്റ്റും ഇതും ഡംപ് ചെയ്തിരിക്കുന്നു. ഓൾറെഡി ഇവിടെ ഒരു ബോഡി നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ നിൽക്കുന്ന ഭാഗം റിമൂവ് ചെയ്തതിന് ശേഷം ഘട്ടഘട്ടമായിട്ട് റിമൂവ് ചെയ്ത് ഇവിടേക്ക് കവർ ചെയ്ത് കയറാനേ നോക്കും. எங்களோட பிள்ளைகளை மணிக்கு இருந்தவங்களை பக்கத்து வீட்டில் அதுக்கு அடுத்த வீட்டில் இருந்தோம் பிள்ளைங்களாம் மறிச்சு போய் ഭയങ്കര സങ്കടങ്ങൾ. അത് ടൈം പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം സാറേ. അതില്ലാതെ എങ്ങൾക്ക് ജീവിക്കണം. അതുകൊണ്ട് മറ്റവരെ എല്ലാവരും പോയി. ഒരുപക്ഷെ ഏത് ഫോട്ടോഗ്രാഫറും തന്റെ ക്യാമറ കണ്ണുകളിലേക്ക് പകർത്താൻ ആഗ്രഹിക്കുന്ന അത്ര ദൃശ്യമനോഹരമായ ഒരു ഗ്രാമം, വളരെ സുന്ദരമായ ഒരു ഗ്രാമമായിരുന്നു പെട്ടിമുടി. അവിടുത്തെ ലയങ്ങൾ ചേർന്ന ഗ്രാമം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് വ്യാഴാഴ്ചയ്ക്ക് മുൻപുള്ള ദൃശ്യങ്ങളാണെങ്കിൽ ഇപ്പോൾ കാണുന്നത് ഏറെ വേദന നൽകുന്ന ദൃശ്യങ്ങളാണ്. ഓഗസ്റ്റ് 6 കോവിഡ് എന്ന മഹാമാരിക്ക് മുമ്പിൽ ലോകമൊട്ടുക്ക് വിറച്ചു നിൽക്കുമ്പോൾ ഇന്ത്യയും കേരളത്തെയും ഒക്കെ നടുക്കിക്കൊണ്ട് ഒരശനിപാതം പോലെ
പെട്ടിമുടി എന്ന സുന്ദര ഗ്രാമത്തെ ആകെ തൂത്തെറിഞ്ഞുകൊണ്ട് ഒരു വലിയ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നു. ആ ഉരുൾപൊട്ടലിൽ 70ഓളം പെട്ടിമുടിക്കാർക്ക് തങ്ങളുടെ ജീവൻ നഷ്ടമായി. നിരവധി വീടുകൾ തകർന്നു, വാഹനങ്ങൾ തകർന്നടിഞ്ഞു. പെട്ടിമുടി ആകമാനം ഒരു ദുരന്ത ഭൂമിയായി മാറി. മൂന്നാറിൽ നിന്നും 30 കിലോമീറ്റർ അകലെ ആനമുടിയുടെ താഴ്വാരത്തായി സമുദ്രനിരപ്പിൽ നിന്നും 7000-ലധികം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തേയിലച്ചെടികളാലും കാടുകളാലും ചുറ്റപ്പെട്ട മനോഹരമായ പെട്ടിമുടി എന്ന ഗ്രാമം ഒരൊറ്റ രാത്രി കൊണ്ട് ദുരന്തഭൂമിയായി മാറി. ടാറ്റാറ്റിയുടെ തേയിലത്തോട്ടത്തിൽ കൊളുന്തുനുള്ളി ജീവിക്കുന്ന ആൾക്കാർ, അവരടങ്ങുന്ന 40ഓളം വലിയ ലയങ്ങൾ, ആ ലയങ്ങളെ അപ്പാടെ തൂത്തെറിഞ്ഞുകൊണ്ടാണ് ഉരുൾപൊട്ടൽ കടന്നുപോയത്. കേരളം കണ്ട ഏറ്റവും വലിയ ഡെഡ് ബോഡി റിക്കവറികളിൽ ഒന്നായിരുന്നു പെട്ടിമുടിയിലേത്. 70ഓളം പേർ മരിച്ചു. 66ഓളം ബോഡികൾ 22 ദിവസം നീണ്ട ഔദ്യോഗികവും അനൗദ്യോഗികവുമായ തിരച്ചിലിൽ കണ്ടെത്തുകയുണ്ടായി. 4ഓളം പേരുടെ ബോഡികൾ ഇനിയും കണ്ടെത്തുവാനുമായിട്ടില്ല. NDRF സംഘത്തോടൊപ്പം കേരള ഫയർഫോഴ്സ് നിർണായകമായിട്ടുള്ള ഓപ്പറേഷൻസാണ് ആ പെട്ടിമുടിയിലെ തിരച്ചിലിൽ നടത്തിയത്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഏറ്റവും അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ശ്രീ പ്രദീപ് TR, അദ്ദേഹവും പെട്ടിമുടി ദുരന്തത്തിലെ ഈ ഓപ്പറേഷൻസിൽ ലീഡ് ചെയ്യാനായിട്ട് ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. രാപകലുകളോളം കഷ്ടപ്പെട്ട് നീണ്ട 22 ദിവസത്തോളം നടത്തിയ തിരച്ചിൽ, അതിൽ കണ്ടെത്തിയ ഭീതിജനകമായ രീതിയിൽ കൈകാലുകൾ വേർപെട്ട, തല വേർപെട്ട പോയിട്ടുള്ള ഡെഡ് ബോഡികൾ, മനുഷ്യ മനസാക്ഷി മരവിപ്പിക്കുന്ന ഒട്ടേറെ കാഴ്ചകൾ, അതൊക്കെ ആണ് പെട്ടിമുടി ദുരന്തത്തിൻ്റെ ബാക്കി പത്രം എന്ന വണ്ണം നമുക്ക് ഓർമ്മിക്കുവാനുള്ളത്. നീറുന്ന ഒരോർമ്മയായി പെട്ടിമുടി ഇന്നും നമ്മുടെ എന്നും മനസ്സിലുണ്ട്. 70ഓളം പേരുടെ ജീവൻ കൊണ്ടുപോയ, പ്രകൃതി കണ്ട അല്ലെങ്കിൽ മനുഷ്യൻ കണ്ട ഏറ്റവും വലിയ ദുരന്തം. ബെന്യാമിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, നമ്മൾ ജീവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. പെട്ടിമുടി ദുരന്തം നടന്നപ്പോൾ അന്ന് മരിച്ച ആൾക്കാരുടെ എല്ലാം ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് ഈ കാണുന്ന ഹോസ്പിറ്റലിലാണ്. 4 വർഷങ്ങൾക്ക് മുൻപ് 40ഓളം വീടുകളും നിരവധി ആൾക്കാരും നിരവധി വാഹനങ്ങളും ഒക്കെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഭയാനകമായ ഉരുൾപൊട്ടൽ ഈ പെട്ടിമുടിയെ ആകെ വിഴുങ്ങിക്കൊണ്ട് കടന്നുപോയത്. അന്നത്തെ ആ ദുരന്തത്തിൻ്റെ തിരുശേഷിപ്പുകൾ ഇപ്പോഴും ഈ മണ്ണിനടിയിൽ കിടപ്പുണ്ട്. പെട്ടിമുടിയിലെ ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട്, അതായത് 4 മണിക്കൂറോളം മണ്ണിനടിയിൽ കിടന്ന ശേഷം രക്ഷപ്പെട്ട 2 പേരാണ് ഇപ്പം എന്നോടൊപ്പം ഉള്ളത്. முருகேசனும் முருகேஸ்வரியும். அண்ணா, அந்த இடத்துல அந்த தினம் ஞாபகம் இருக்கா? அந்த எக்ஸ்பீரியன்ஸ் கொஞ்சம் சொல்லுங்க சார். அண்ணா, ஆகஸ்ட் 6ஆம் தேதி அதுக்கு முன்பு ஒரு 4 ദിവസം நல்ல மழை உண்டாയിരുന്നു. കറണ്ട് ഇല്ലെങ്കിൽ ടവർ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ മൂന്നാർ പോയിട്ട് നേരത്തെ വന്നിട്ട് കടയ്ക്ക് സാധനം മേടിച്ചിട്ട് വന്നിട്ട് വച്ചിട്ട് ഞങ്ങൾക്ക് ഒരു 8 മണിക്കെല്ലാം കിടന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ മോനും മാത്രമാണ് സെല്ലിൽ പടം നോക്കിക്കൊണ്ടിരിക്കുക. ഇവർ പടുത്തിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ ഭയങ്കര ഒച്ചന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് നെഞ്ചിൽ അങ്ങനെ തട്ടി, ഇത് ഭയങ്കര ഒച്ചെന്ന് ഇവർ പറഞ്ഞു. അപ്പോൾ പറയുന്നപ്പോൾ കണ്ണ് അങ്ങനെ വിളിച്ചിട്ട് നോക്കുന്നപ്പോൾ മൊത്തം അങ്ങനെ ചവരെല്ലാം ഇടിഞ്ഞ് എൻ്റെ മുകളിൽ, എൻ്റെ ഭാര്യ മുകളിൽ എൻ്റെ മുകളിൽ പോയി. അത് ഞാൻ കണ്ണാലെ കണ്ടു സാറേ. கண்ணால் அந்த டைம் ஞாபகம் இருக்கா? எத்தனை மணி ஆயிடுச்சு? ஒரு 10:30 மணி ஆகும் சார். അപ്പോൾ സംഭവം നമുക്ക് മാത്രം വേറെ ആർക്കും ഇല്ല. അവിടുന്ന് ഞങ്ങൾ തൊട്ട് വീട്ടുകാരെ വിളിക്കുക, എന്നെ കാപ്പാത്തുന്ന് ഞങ്ങൾ പറയും. ഇവർ എങ്ങനെ മോന് പോയിന്ന് ഇവർ എൻ്റെ മോൻ പോയി ഇവർ ഭയങ്കര കരയുക. അപ്പോൾ ഞങ്ങൾ 2 പേർ മരിച്ചാലും കുഴപ്പമില്ല, മോൻ മാത്രം അങ്ങനെ രക്ഷപ്പെട്ട് പോയിട്ട് മോളെ നോക്കണം அப்படிங்கிற ഇവർ പറയും. അപ്പോൾ കുറച്ച് നേരം அவங்க ഭയങ്കര കരയുക. അപ്പോൾ ഞാൻ തൊട്ട് വീട്ടുകാരെ വിളിക്കുക. അവർ ഒന്നുപോലെ ഒന്നിച്ച് കോറസ അയ്യോ കാപ്പാത്തുങ്ങன்னு மட்டும் நமக்கு மழை நல்ல மழை சார்.
இந்த ட்ராஜடி வந்து வெளியூருக்கு தெரிஞ்சதுக்கு ரொம்ப டைம் ஆயிடுச்சு. இல்லை, மறு திவசம் தானே சார், அது எல்லாருக்கும் அறியாம். அப்போ அண்ணு வந்து 10:30 மணிக்கு சம்பவம். அப்போ அது வந்து 12 மணிக்கூர் கழிஞ்சிருக்கு. அதே இது அப்படின்னு சொல்லி இவர் அழுது. அப்போ நான் எனக்கு புறையில் ஒரு டோர்ச்சை வச்சுட்டு அங்கே அவருக்கு சிறிய ஒரு தொலை உண்டாயிருந்தோம். அந்த தொலையில் அங்கே அடித்து கொடுத்துட்டு, நீ மோலில் போய் நீ அணியத்தை நோக்கிக்கோ வச்சுக்கோ, நாங்கள் மறிக்கும், இல்லாட்டி வேறு யாரைங்களும் விழிச்சிட்டு வார் எங்களை காப்பாற்றுறதுக்கு அப்படின்னு நாங்கள் 2 பேரும் அங்கே பயங்கர உச்சமாக கரைவோம். பின்ன அவர் போயிட்டு வெளியில் வந்து நோக்குனப்போ அவருக்கு அறியாம், மொத்தம் எல்லோரும் போய் நம்ம மாத்திரம் அங்கே கிடக்குவான்னு. அப்போ കുറച്ച് நேரம் போய் அவர் ஒரு பாறையில் போய் குத்தி இருந்துட்டு நோக்குனப்போ யாரும் இல்லை. இவர் மறுபடியும் பின்னே வந்தோம், நம்மளை காப்பாற்றுறதுக்கே யாரும் இல்லை, நீங்கள் நம்ம தான் போகணும் அப்படின்னு. இவர் வர்றதுக்கு முன்பு நான் இன்னும் சிறிய சார் கம்பெனி கட்டடம் வந்து கல் கட்டடம் நான், ஆனால் மண்ணில் கட்டடம், புறையில் மாத்திரம் அங்கே சிமெண்ட் பைண்டிங் வச்சுவான். அப்போ அது அங்கே ஊறி போய் வெள்ளம் வந்தது கொண்டு ஊறி போய் இப்போ நாங்களுக்கு மோளில் கேராம பட்டத்தில் சைடில் போக மாட்டதில்லை, எல்லாம் மொத்தம் முள்ள கிடக்கும். நாங்கள் கிடந்துக்கிட்டே அங்கே கல்லை அங்கே குத்தி சிறிய தொலையிட்டு மோன் வர்றதுக்கு முன்பு நாங்கள் தொலையிட்டுட்டு நாங்களும் கிச்சனுக்கு போய் அப்புறம் அங்கே சைடில் சிறிய தொலையிட்டு அதில் இவர் அங்கே தொலையில் தள்ளி பின்ன நான் அதில் அந்த தொலையில் வந்துட்டு மோலில் வர்றப்போ மொத்தம் போய் மோலில் வந்து நோக்கினப்போ யாரும் இல்லை சார். அப்புறம் மோலில் வந்துட்டு இவ்வளோ அம்பலத்தில் வந்தால் வந்துட்டு என்ன இடத்துல ட்ரெஸ்ஸு கூட இல்லாத அம்பலத்தில் வந்து ஒரு தோர்த்து எடுத்து இட்டுட்டு லைன்ஸுக்கு வந்தது. வந்துட்டு இவர் எல்லோரும் அங்கே கரைஞ்சோம், எங்களை வந்து குளிக்க வச்சு ட்ரெஸ்ஸொക്കെ சேஞ்ச் செய்து. அந்த டைமில் நீங்கள் 2 பேரும் தானே இருக்கு? இல்லை, நானும் என்ற மூணு பேர் மாத்திரம் வந்தார். மோளு தமிழ்நாட்டில் வந்தார். அப்போ நாங்கள் 3 பேர் மாத்திரம் இங்கே கேரி வந்துட்டு இவரை வந்துட்டு இவரை எல்லாம் நாங்கள் ட்ரெஸ்ஸுக்கெல்லாம் மாற்றி கொடுத்து எல்லாம் குளிக்க வச்சுட்டு பின்ன ராகுல தண்ணே பறந்தது. ஃபஸ்ட் எய்டு வந்து எங்களுக்கு எல்லாருக்கும் ஃபஸ்ட் எய்டு கொடுத்துட்டு அவருக்கு சுவாசம் பயங்கரம், இவருக்கு வீசிங் ப்ராப்ளம் உண்டு. மோனுக்கு அங்கே கல் நெஞ்சில் விழுந்தது உண்டு, அவருக்கு பயங்கர சுவாசம், நெஞ்சு வலின்னு பயங்கரம் வரும். இப்போ 3 பேருக்கு அங்கே டாக்டர்மார் வந்துட்டு ட்ரீட்மெண்ட் பார்த்துட்டு பின்ன ஆம்புலன்ஸில் கொண்டு போய் அங்கே விட்டு 28 திவசம் ஹாஸ்பிட்டலில் உண்டாகும். அந்த எக்ஸ்பீரியன்ஸை கொஞ்சம் சொல்லுங்க. அந்த தினத்தில் அன்னைக்கு நடந்தது சாவளவும் மறக்க முடியாதது ஒரு இது. 3 பேரும் தப்பிச்சது ஒரு கடவுளோட பையன் இல்லைன்னா நாங்கள் வெளியில் வந்திருக்க முடியாது. பையனோட தைரியத்தினால தான் வெளியில். உங்கள் பையன் தான்? என் பையன் தான். அவன் தான் எங்களை காப்பாற்றினதே. நாங்கள் வெளியில் வருவோம்ல நினச்சி பார்க்கல. நீ போய் பிள்ளை தங்கச்சி மட்டும் பார்த்துக்கோன்னு தான் நாங்கள் சொன்னது. திரும்ப போயிட்டு அப்பா அம்மா விட்டுட்டு போக முடியாமல் திரும்ப எப்பா டார்ச் அடிங்கப்பான்னு வெளியேருந்து கத்தி டார்ச் வெளிச்சத்தில் திரும்ப சீட்டை ஓட்ட போட்டு உள்ளே வந்து நம்மளை தான் வெளியில் போகணும், யாரும் நம்மளை காப்பாற்ற வரமாட்டாங்க. அதுக்கடுத்து கூட்டிகிட்டு வந்து இங்கே வந்தோம். அந்த பக்கத்தில் இருந்தவங்க எல்லாம் அந்த பிள்ளைங்க அதெல்லாம் மறக்கவே முடியும். எவ்வளோ நாளானாலும் அதை மறக்க முடியாது. ஆனால் இப்போ அது நினைக்க போதும் உங்கள் மனசில் பயம் இருக்கா? மழை வரும்போது பயம் இருக்கும். கூட இருந்தவங்க பழகினவங்க அவங்கள எப்பயுமே மறக்க முடியாதுண்ணா. உன் கூட இருந்த ஃப்ரெண்ட்ஸு ரிலேட்டிவ்ஸ் எல்லாம் அந்த இன்சிடெண்ட்டில் இறந்துட்டாரா? ஆமாம், எதிர்த்த வீட்டில் இருந்தவங்க கிரெச் அட்டன்றவங்க அவங்க வந்து என்னைய ஒரு பொண்ணு மணிக்கிட்ட எப்பயும் பார்த்துக்குருவாங்க. அன்றைக்கி ஒரு 6 மணி வரைக்கும் எங்கள் வீட்டில் இருந்துட்டு தான் போனாங்க. அப்புறம் 2 பசங்கள்லாம் நைட்டு கடையில் வந்து சாதனம்லாம் வாங்கிட்டு தான் 7 மணிக்கு தான் போனாங்க. அந்த முகமெல்லாம் மறக்க முடியாது. எல்லாம் போன பின்னாடி வெளியில் வரும்போது தாலி செயின் மட்டும் தான் மிச்சம். இந்த இது வந்து செயினில் போட்டிருந்தேன். அந்த செயினை விற்று தான் இந்த ஜீப் ஒன்று வாங்கி இடமெல்ல குடிக்க பையனும் ஹஸ்பண்டும் சேர்ந்து வண்டி ஓட்டி தான் எங்களுக்கு அத்தியாவசியமான சாதனம் எல்லாம் வாங்கி அதை வச்சு தான் பொழப்பு நடத்திட்டு இருக்கோம். அந்த வண்டியில் தானே உன்னோட ஜீவிதம் மீண்டும் ஆரம்பிச்சிட்றா? இப்படிதான் வண்டி இல்லைன்னா இதுதானே இந்த நேரத்தை முன்னாடி சொல்லிய ஜீப்பு? ஓகே. இந்த ஆளை உங்களுக்கு ஞாபகம் இருக்கா? ஏதாவது பேசலாமா? பேசலாம் சார். இவர் இதுக்கு முன்னாடி நம்மளுக்கு இங்கே ஒரு வீட்டில் ஃபயர் ஆயிருந்துச்சு. அது சமயத்தையும் வந்திருந்தார். அது இல்லாமல் இடமலக்குடி போனப்போ நமக்கு வந்து நம்ம கடையில் வந்து சாயா குடிச்சிட்டு போகும் சார். ஆனால் அது இல்லாமல் அண்ணன் பொருள் பண்ண சமயத்தையும் வந்து நமக்கு കുറച്ച് സഹായങ്ങൾ ചെയ്തു. ഇപ്പോൾ പ്രതിവേട്ടാ ഇവർ ഒരു ദാരുണ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾക്കാരാണ്. ഇവരോടൊപ്പം നിൽക്കുമ്പം ഈ ഒരു സമയത്ത് എന്ത് ഫീലിംഗ് ആണ് തോന്നുന്നത്? ഞാൻ ഒരു 4 വർഷത്തിനടുത്തുള്ള കാലഘട്ടത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോയി. കാരണം ഈ പ്രദേശത്തെ എനിക്ക് സങ്കടത്തോടെ അല്ലാതെ ഒരിക്കലും കാണാനോ സംസാരിക്കാനോ കഴിയില്ല. കാരണം രക്ഷപ്പെട്ട ഒരു കുടുംബത്തോടൊപ്പം നിൽക്കുമ്പോൾ ആ ഓർമ്മകളിലേക്ക് വല്ലാതെ ഞാൻ ഊളിയിടുകയാണ്.
കാരണം ഇവിടെ ഞാൻ വരുമ്പോൾ ആദ്യമായിട്ട് ഇവിടെ വരുന്ന ഫയർഫോഴ്സിൻ്റെ റെസ്ക്യൂ ടീമിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ വരുമ്പോൾ കാണുന്ന ദാരുണ സംഭവം മനസ്സിൽ വല്ലാതെ എന്നെ ഈ സമയത്തും വിഷമിപ്പിക്കുന്നുണ്ട്. എന്തായാലും രക്ഷപ്പെട്ട ഇവരോടൊപ്പം വീണ്ടും വന്ന് നിൽക്കാനും ഇങ്ങനെ ഒരു ഇത് ചെയ്യാനും കഴിഞ്ഞത് എൻ്റെ ജീവിതകാലത്തെ അല്ലെങ്കിൽ സർവീസ് കാലത്തെ ഏറ്റവും വലിയൊരു അനുഭവമായി ഞാൻ കാണുകയാണ്. അന്ന് ഇവരോടൊപ്പം എത്ര പേര് രക്ഷപ്പെടുത്താൻ സാധിച്ചു? 12ഓളം പേരാണ് ഇവരോടൊപ്പം രക്ഷപ്പെടുത്താൻ സാധിച്ചത്. റെസ്ക്യൂ ടീമുകൾ വരുന്നതിന് മുന്നേ തന്നെ ഈ 12ഓളം പേരിൽ ഒരു വർഷത്തെയും സ്വയം രക്ഷപ്പെട്ടവരും അല്ലാതെ നാട്ടിലുള്ള മറ്റാളുകളെ രക്ഷപ്പെടുത്തിയാണ് ഉണ്ടായത്. കാരണം സംഭവം നടന്ന് 12 മണിക്കൂറിന് ശേഷം മാത്രമാണ് ഒരു റെസ്ക്യൂ സംഘം ഇവിടെ എത്തിച്ചേരുന്നത്. അതിൽ ആദ്യ റെസ്ക്യൂ സംഘത്തിൻ്റെ ഭാഗമായിരുന്നു ഞാൻ. തുടർന്നുള്ള 28ഓളം ദിവസങ്ങൾ ഇവിടെ തന്നെ തുടരുകയും ചെയ്തു. ഈ ജീപ്പിൻ്റെ ഒരവസ്ഥ മാത്രം മതി അന്നത്തെ പെട്ടിമുടി ദുരന്തം എത്രമാത്രം ഭീകരമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ. ഉരുൾപൊട്ടലിനൊപ്പം വന്ന പാറയും മണ്ണും കല്ലും എല്ലാം വന്ന് ഇതുപോലെ 10-30ഓളം വാഹനങ്ങളാണ് തകർന്നടിഞ്ഞ് നാമാവശേഷമായി പോയത്. മൂന്നാർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും ഈ മാസം വിരമിക്കുന്ന ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ശ്രീ ടി.ആർ. പ്രദീപിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് അദ്ദേഹവുമായിട്ട് ഏതാണ്ട് 20 വർഷത്തെ പരിചയമുണ്ട്. ഞാൻ 2006 മൂന്നാറിൽ സ്റ്റേഷൻ ഓഫീസറായിട്ട് സർവീസിൽ പ്രവേശിക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ പ്രധാന ഡ്രൈവർമാരിൽ ഒരാളായിരുന്നു. പുതിയതായിട്ട് സർവീസിലേക്ക് വന്ന എന്നെ സംബന്ധിച്ച് ആ സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ച പിന്തുണ ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കും. പ്രദീപ് ഡ്യൂട്ടിയിലുണ്ടെങ്കിൽ ചെറുതോ വലുതോ ആയ ഏത് വിധത്തിലുള്ള കോളുകളാണെങ്കിലും അത് പരിപൂർണമായി വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന വിശ്വാസം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥർക്കും എല്ലാ കാലവും ഉണ്ടായിരുന്നു. ഇടുക്കി പോലെയുള്ള സ്ഥലത്തെ പ്രധാന വെല്ലുവിളി നിറഞ്ഞ കോളുകളായിരുന്നു വെള്ളത്തിലുണ്ടാകുന്ന കോളുകളും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും മറ്റുണ്ടാകുന്ന കോളുകൾ. ഇത്തരം സാഹചര്യത്തിൽ ദിവസങ്ങളോളം പ്രവർത്തിച്ചാണ് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുന്നത്. സാധാരണ ഉദ്യോഗസ്ഥർ 1-2 ദിവസം ത്രൂട്ട് വർക്ക് ചെയ്യുമ്പോൾ മടുത്ത് പിന്മാറുമ്പോൾ ഈ ദിവസങ്ങളോളം നിന്ന് ജോലി ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു വൈമനസ്യവും പ്രദീപ് കാണിച്ചിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് രക്ഷാപ്രവർത്തനം എന്നതൊരു പാഷനായിട്ടായിരുന്നു അദ്ദേഹം കരുതിയത്. തീർച്ചയായിട്ടും സേനയ്ക്ക് ഇതൊരു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മൂല്യമായ ഒരു മുതൽക്കൂട്ടായിരുന്നു. നിരവധി കോളുകൾ ശ്രീ പ്രദീപുമായിട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ചിലതാണ് തേക്കടി കോട്ടകോടം, അതുപോലെ തന്നെ പെട്ടിമുടി ദുരന്തം. ഈ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമായിരുന്നു. അവിടെ സ്പോട്ടിൽ ഫലപ്രദമായി വർക്ക് ചെയ്യുന്നത് ഉപരി നാട്ടുകാരും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു ലേസൺ ചെയ്തുകൊണ്ട് കൂടുതൽ വേഗത്തിൽ പ്രവർത്തനം രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുന്നതിന് അദ്ദേഹത്തിന് സഹായം ലഭിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് വാട്ടർ റിസ്കുമായിട്ട് ബന്ധപ്പെട്ട കോളുകളൊക്കെ സ്കൂബ് ഇല്ലായിരുന്ന സമയത്ത് വളരെ റിസ്ക് ആയിരുന്നു. ആ സമയങ്ങളിലും ആഴങ്ങളിൽ മുന്നിൽ രക്ഷാപ്രവർത്തനം വിജയിപ്പിക്കുന്ന കാര്യത്തിൽ പ്രദീപിൻ്റെ സഹായം ഡിപ്പാർട്ട്മെന്റ് വളരെയേറെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു കാറായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. എങ്കിൽ ആ ഭീകരമായ നടുക്കുന്ന ഓർമ്മകളുടെ ശേഷിപ്പുകളിൽ ഒന്ന് മാത്രമാണിത്. ഇതേപോലെയുള്ള ആധുനികമായ നിരവധി വാഹനങ്ങളാണ് ഈ ദുരന്ത ഭൂമിയിൽ മൺമറയാതെ കിടക്കുന്നത്. എത്ര കാലത്തോളം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും ഇവിടേക്ക് വരുമ്പോൾ വീണ്ടും വീണ്ടും നമ്മളെ ആ ഭൂതകാലത്തെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഇവിടെ സംജാതമാവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ സൗത്ത് ഇന്ത്യയിലെ ഒരു ഹയ്യസ്റ്റ് പീക്ക് എന്ന് പറയും കൊടുമുടി. ആനമുടിയുടെ ബാക്ക് സൈഡിലാണ് ഇരിക്കുന്നത്, മൂന്നാറിൻ്റെ ബാക്ക് സൈഡിൽ. അപ്പോൾ ആനമുടിയുടെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 2695 മീറ്ററാണ്. ഇത് ഇവിടെ പ്രത്യേകം പറയാൻ കാരണം ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ലാൻഡ് സ്ലൈഡും ഇതുമായിട്ടൊരു ബന്ധമുണ്ട്. അതുപോലെ ഈ എൻറ്റയർ ഈ മൂന്നാർ സറൗണ്ടിങ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഉള്ള മേജർ റോക്ക് എന്ന് പറയുന്നത് ജിയോളജി, ഞാൻ ഒരു ജിയോളജിക്കാരനായതുകൊണ്ട് ജിയോളജി പറയുകയാണ്. ഇവിടുത്തെ മേജർ റോക്ക് എന്ന് പറയുന്നത് ഗ്രാനൈറ്റാണ്. അത് ഹൈലി ഒരു മെറ്റമോർഫിസം സംഭവിച്ച ഗ്രാനൈറ്റിക് നൈസാണ്. ഈ ഗ്രാനൈറ്റ് എന്ന് പറയുന്ന റോക്കിനകത്ത് പല മിനറൽസ് ഉണ്ട്. അതിൽ 1-2 മിനറൽസാണ് ഫെൽസ്പാർ എന്ന് പറയുന്ന ഒരു മിനറൽ. ഈ മിനറൽ മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് ക്ലേ ആയിട്ട് പൊടിഞ്ഞു പോകും. അപ്പം
എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ സോയിലിൻ്റെ തിക്നെസ് കൂടും. ഈ മൂന്നാർ ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ ഇയർ എപ്പോഴും നമുക്ക് മഴ കിട്ടിക്കൊണ്ടിരിക്കും. വർഷം 365 ദിവസവും എപ്പോഴും ഇടവിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കും. എസ്പെഷ്യലി നമ്മൾ ഈ ജൂൺ ടു ഓഗസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ട് 2000 മില്ലിമീറ്റർ വരെ അല്ലെങ്കിൽ 3000 മില്ലിമീറ്റർ വരെ മഴ കൊട്ടി അങ്ങ് തീർക്കും. പിന്നെ അതുമാത്രമല്ല ഇവിടുത്തെ ലാൻഡ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് അല്ല, ഹൈലി മോർ ദൻ 45 ഡിഗ്രി സ്ലോപ്പ് ഏരിയയാണ്. അപ്പം വെള്ളം പെട്ടെന്ന് ഇറങ്ങി റൺ ഓഫ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് മൂന്നും, അതായത് ഇവിടുത്തെ റോക്ക്, ഇവിടുത്തെ സ്റ്റീപ്പ് സ്ലോപ്പ്, പിന്നെ ഹൈ റെയിൻഫോൾ. നമ്മൾ ഇവിടുത്തെ മണ്ണിടിച്ചൽ എന്ന് പറയുന്നത്, ഇവിടെ മണ്ണിടിച്ചൽ നടന്നിരിക്കുന്നത് സോയിൽ പൈപ്പിംഗ് ആണ്. നമ്മുടെ കവളപ്പാലയിൽ നടന്നതുപോലെ ഇവിടെയും സോയിൽ പൈപ്പിംഗ് ആണ്. മണ്ണിലൂടെ വെള്ളം മണ്ണിലൂടെ വെള്ളം ഇറങ്ങിപ്പോവും. അടിയിൽ റോക്കാണ്, അത് നമ്മൾ ബെഡ് റോക്ക് എന്ന് പറയും. ബെഡ് റോക്കിൽ എത്തുമ്പോഴത്തേക്ക് ഈ വെള്ളം എന്ത് സംഭവിക്കും, അതിലോട്ട് ഒഴുകിപ്പോവും താഴോട്ട്. അതിനുശേഷം ഇറങ്ങാൻ പറ്റില്ല ഈ വെള്ളത്തിൽ. ഈ നമ്മൾ ഹാർഡ് റോക്ക് ആയതുകൊണ്ട് അതിനുശേഷം ഈ വെള്ളം ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ തീം പാർക്കിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിൽ ചരുകി പോകുന്ന പോലെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഈ ചരിവും കൂടെ അല്ലേ, വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ മേളിലിരിക്കുന്ന ഈ സോയിൽ തിക്നെസ് എന്ത് സംഭവിക്കും, ഈ ചരുകി വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1 മീറ്ററോ 2 മീറ്ററേ ഉള്ളൂ ഈ സോയിൽ തിക്നെസ് ഏറ്റവും മേളിൽ. പക്ഷേ താഴോട്ട് വന്നു കഴിഞ്ഞാൽ തിക്നെസ് കൂടുതലാണ്. അപ്പോൾ ഈ മണ്ണ് ഈ ചെറുതായിട്ട് ഇടിഞ്ഞു വന്ന് എന്ത് ചെയ്യും, തൊട്ടടുത്തിരിക്കുന്ന കിടന്ന മണ്ണിൽ ഫോഴ്സ് ചെയ്യും, അത് ഇടിയും. അപ്പോൾ ഹെവി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ റോക്കിൽ സ്ലിപ്പായി തൊട്ടടുത്ത് കിടക്കുന്ന അകത്തിരിക്കുന്ന വലിയ ഇതുപോലത്തെ പാറകളെയും എല്ലാം കൂടെ ഒരുമിച്ച് എത്ര വലിയ ബിൽഡിങ്സോ എന്തുണ്ടെങ്കിലും ഇടിച്ച് തകർത്ത് ഇത് എവിടെ ചെല്ലും, ഏറ്റവും ലോവർ പോയിന്റിലേക്ക് എത്തും. ഇവിടുത്തെ ലോവർ പോയിന്റ് എന്ന് വെച്ചാൽ ഈ റിവറാണ്. ഈ റിവർ വാലിയിൽ എത്തുന്ന വരെ ഇത് ഉരുൾ പൊട്ടിക്കൊണ്ടേയിരിക്കും. ഈ റിവർ വാലിയുടെ ഇടയ്ക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും നമ്മൾ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളോ കടകളോ വീടുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം അത്രയും ഫോഴ്സ് കൊണ്ട് അവിടെ എത്തിക്കും. ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇവിടെയും മൂന്നാർ ഗവൺമെൻറ് കോളേജിലും സെയിം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ എത്ര ദശലക്ഷം ലിറ്റർ വെള്ളമാണ് ആ സമയത്തിൽ ഒഴുകിപ്പോകുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അന്ന് പെട്ടിമുടി ദുരന്തത്തിലെ മറ്റൊരു ഹീറോയായിരുന്നു കുവി എന്ന നായ. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു നായയായിരുന്നു. പിന്നീട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്ത് പോലീസ് ഡോഗ് സ്ക്വാഡിൻ്റെ പരിശീലനമൊക്കെ നടത്തുകയുണ്ടായി. ആ കുവിയുടെ ഉടമസ്ഥനായ മുരുകണ്ണനാണ് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത്. മുരുകണ്ണ, എന്താ എക്സ്പീരിയൻസ് കൊഞ്ചം ചൊല്ലുന്നു? 2020 ஆகஸ்ட் மாதத்தில் ராத்திரி ஒரு 10:45 ராத்திரி ஆகும்போது ஒரு துறந்தம் வந்து பூமியில் இப்போ நம்ம நின்று சம்சாரிச்சிட்டு இருக்குது. இதில் கூடி தான் வெள்ளம் ஒழுகி வந்தது ராத்திரியில். நாங்கள் இந்த கரையிலையும் அந்த கரையில் உள்ள ஆளுகளை கொண்டு போகிறது நேர முகாமுகம் பார்த்து அந்த சைடு போக முடியாமல் இப்போ அந்த வேதனை அந்த ராத்திரி மறக்க முடியாது. ஒன்று அன்னைக்கு வந்து நம்ம பிரதிவேட்டம் தானே உங்கூட இருக்கலாம், நீங்கள் ஒருமிச்ச வேலை பார்க்குறேன், என்ன வார்த்தை இருக்குது அவங்களை குறித்து சொல்லுங்கள். அவரை குறித்து சொல்லணும்னு சொல்லியாச்சு. இந்த துறந்தம் சம்பவிக்கிறது 2வது. அதுக்கு முன்னாடியே 15 வருஷம் எனக்கு சார தெரியும். இடமலக்குடிக்கு போகணும்னு சொல்லியாச்சுன்னு சொன்னால் எல்லோரும், நான் ஃபாரஸ்ட்டில் வாட்சராக இருக்கேன், பிரகதி சிநேகிதாக கொண்டு அவர் அந்த டியூட்டியில் இருக்கார் ஃபயர் ஃபோர்ஸில். ஆனாலும் சம்பளத்துக்கு வேண்டி வேலை செய்கிறத விட வேலைக்கு வேண்டி சம்பளம் வாங்குறதுங்கிறது ஒரு புண்ணியமாகும். அது அந்த இதில் பிரதீப் சார் நம்பர் 1. எனக்கு அந்த இடத்துக்கு போயிடுச்சுன்னா அதாவே மாறிடுவார் அவர். அதுதான் அவருக்குள்ள ஒரு கல்ச்சர். எங்கே போனாலும் அவருக்குன்னு ஒரு அட்ரஸ் இருக்கும். அது ஏன்னு கேட்டாச்சுன்னா கேரளத்தில் ஒரு தீரத்துக்குள்ளே அவார்டு கொடுக்கலாம்னா அவருக்கு கொடுக்கலாம். ஏன்னு கேட்டாச்சுன்னா அந்தளவுக்கு எந்த வேலைக்கு போனாலும் வேலை தான் முக்கியம்னு சொல்லி செய்வார். சாப்பாடு விஷயம் கிடையாது, இது கிடையாது. அடுத்து என்ன சொன்னீங்க, அந்த வேலையை பார்த்துக்கிட்டு அந்த மாதிரி உள்ள ஆளுகளில் எல்லா இடத்துக்கு போனாலும் ஒரு 100 பேர் இருக்காங்கன்னா சாருக்குள்ளே ஃபேன்ஸாக ஒரு 50 பேர் இருப்பாங்க. அது அவருக்குள்ள உழைப்புக்கு கிடைக்கிற மரியாதை. அது வார்த்தைகளால் சொல்ல முடியாது, அதை அனுபவித்து பார்க்கணும். நாங்கள் அனுபவித்தோம். பிறகு இந்த உருள் பூட்டினதில் என்ன செஞ்சோம்லாம் தெரியாது. நாங்கள் எடுத்துக்கிட்டு இருக்கையில் இந்த மாதிரி ஒரு குழியெல்லாம் இருந்துச்சு. அதில் இப்போ எடுத்தாச்சு, ஜேசிபி வந்துச்சு, பார்த்தாச்சு. ஒரு 10 அடி தாழ்ச்சியில் ஆள் இருக்குது, எடுத்துடலாம்னு சொல்லி மண்ணை விளக்கிட்டு இருக்கிற மேலேருந்து வெள்ளம் வேறொரு ஜேசிபி ஒட்டிச்சு விட்டு சரன்னு வந்துட்டு கழுத்தே இல்லாமல் ஒரு பாடி எடுத்துறாண்டார். கழுத்து இருக்குது, ஆனால் அந்த மேலேருந்து வந்த ஒழுக்கில் வந்த அந்த பாறை விழுந்து கழுத்து இதை அட்டு வச்சு. வேறு என்னென்னு கேட்டிங்கன்னா கம்ப்ளீட்டு பாடியிலே நம்ம கைப்படாமல் முகம் தொடாமல் எந்த பாடியுமே இல்லை. ஏன்னா ஓணத்தன்னைக்கு கூட லாஸ்ட் போடி 66ஆமത്തെ போடி கிடைக்கிறது ஓணத்தன்னைக்கு. அன்னைக்கு அந்த வருஷம் ஓணமும் கிடையாது இவருக்கெல்லாம். ആ ദുരന്ത വേളയിൽ ആദ്യ അവസാനം എല്ലാ സമയവും എൻ്റെ വലം കൈയായി അല്ലെങ്കിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് സഹപ്രവർത്തകരോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ശ്രീ മുരുകൻ. അദ്ദേഹം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വാച്ചറായി ജോലി നോക്കുന്ന കാലം മുതൽ കഴിഞ്ഞ 17 അതിലധികമോ വർഷക്കാലമായി ഞങ്ങൾ തമ്മിൽ വിവിധ ഇടങ്ങളിൽ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്.
പെട്ടിമുടിയുടെ ദുരന്തവേളയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച മറ്റ് ഫയർഫോഴ്സ് NDRF സേനാംഗങ്ങളോടൊപ്പം തന്നെ ഏറ്റവും മുന്നിൽ നിന്ന് നമ്മളുടെ ഈ പ്രദേശത്തെക്കുറിച്ച് അതിൻ്റെ പ്രദേശത്തിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച് ഏറ്റവും അറിയാവുന്ന മുരുകൻ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹം വളർത്തിയ ആ നായയും നമ്മളെ വളരെയധികം സഹായിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ ദുരന്തഭൂമിയിൽ നിൽക്കുന്ന ഈ സമയത്ത് എന്നെ ഏറ്റവും അധികം അലട്ടുന്നതും ചിന്തിപ്പിക്കുന്നതുമായൊരു കാര്യം, അന്ന് റിക്കവറി ചെയ്ത ഒരു സ്ത്രീയുടെ ബോഡി വീണ്ടെടുക്കുന്നതിൽ ഉണ്ടായ പ്രവൃത്തിയാണ്. എൻ്റെ സർവീസ് കാലഘട്ടത്തിൽ ഒരിക്കലും ചെയ്യേണ്ടി വരാത്ത അത്ര ബുദ്ധിമുട്ടുളവാക്കുന്ന ഒരു കാര്യം എനിക്ക് അന്ന് ചെയ്യേണ്ടി വന്നു. എൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഒരു ഘട്ടത്തിൽ അവരുടെ കൈ എനിക്ക് മുറിച്ചു മാറ്റേണ്ടതായി വന്നു. മുറിച്ചു മാറ്റിയ കൈയും ശരീരവും രണ്ടായാണ് ഞാൻ ആ വലിയ വെള്ളച്ചാട്ടത്തിൽ നിന്നും വീണ്ടെടുക്കുന്നത്. പെട്ടിമുടി ഉരുൾപൊട്ടൽ കേരളം കണ്ടതിൽ വെച്ച് ഒരു അതിരൂക്ഷമായ ദുരന്തമായിരുന്നു. ഈ ദുരന്തത്തിൽ 70 പേരാണ് മരണമടഞ്ഞത്. അതിൽ 66 പേരുടെ ബോഡിയാണ് കണ്ടെത്താനായത്. ഞാനന്ന് ജില്ലാ ഫയർ ഓഫീസറായി ഇടുക്കിയിൽ ജോലി ചെയ്യുകയാണ്. 2020 ഓഗസ്റ്റ് 6 വെളുപ്പിനെയാണ് നമുക്ക് ഈ മെസ്സേജ് കിട്ടുന്നത്. ഞാനും മൂന്നാർ സ്റ്റേഷനിലെ പ്രദീപും അടങ്ങുന്ന സംഘമാണ് ആദ്യമേ ഈ സ്ഥലത്ത് എത്തുന്നത്. സ്ഥലത്ത് എത്തുന്നതിന് തന്നെ വളരെ പ്രയാസകരമായ പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. മൂന്നാറിൽ നിന്ന് ഈ സ്ഥലത്തേക്കുള്ള പാലം കനത്ത മഴയിൽ ഡാമേജ് ആയിരുന്നു. അതുവഴി വാഹനങ്ങൾക്ക് പ്രവേശിക്കാനാകാത്ത സ്ഥിതിയായിരുന്നുള്ളത്. ഈ പാലം ഞങ്ങൾ താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കിയതിന് ശേഷമാണ് സ്ഥലത്തെത്തുന്നത്. സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ വീടുകളിരുന്നോ എന്നതിന് യാതൊരുവിധ തെളിവുകളുമില്ല. പക്ഷേ അവിടുത്തെ നാട്ടുകാർ പറയുന്നു അനേകം വീടുകൾ ഒലിച്ചുപോയി എന്ന് പറയുന്നു, 100ഓളം ആൾക്കാരെ കാണാനുണ്ട് എന്ന് പറയുന്നു. പിന്നെ സർവീസിൻ്റെ സർവ്വസന്നാഹവും ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. ഏകദേശം 22 ദിവസം ഈ രക്ഷാപ്രവർത്തനം നീണ്ടു നിന്നു. അതിഭീകരമായ കല്ലുകളും വളരെയേറെ മണ്ണുകളും ആ വീടുകളാകെ മൂടപ്പെട്ടിരുന്നു. 2 വട്ടം ആ കല്ലുകൾ നമ്മൾ നീക്കി ബോഡികൾ തെരഞ്ഞു. അതിനുശേഷവും ബോഡികൾ പൂർണ്ണമായി കിട്ടാത്ത സാഹചര്യത്തിലാണ് നമ്മൾ അവിടെ നിന്ന് താഴേക്കുള്ള 6 വഴി തെരച്ചിൽ നടത്തി. താഴെ സാൻഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ദ്വീപ് പോലൊരു സ്ഥലമുണ്ട്. ഈ ദ്വീപിൽ നമ്മൾ തെരച്ചിൽ നടത്തിയപ്പോഴേക്ക് അവിടെ മൃതദേഹങ്ങളുടെ കൂമ്പാരം പോലെ എന്ന് പറഞ്ഞാൽ വളരെയധികം മൃതദേഹങ്ങൾ അവിടെ പോയി അടിഞ്ഞിരിക്കുകയായിരുന്നു. അത് നമ്മളൊരു 3-4 ദിവസം അവിടുത്തെ മണലുകൾ മുഴുവൻ നീക്കം ചെയ്ത് ആണ് ഈ ബോഡികൾ റിക്കവറി ചെയ്ത് എടുത്തത്. അതിരൂക്ഷകരമായ ഒരു സംഭവമാണ്. എൻ്റെ സർവീസ് ജീവിതത്തിൽ നേരിട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ഇത്. ഈ രക്ഷാപ്രവർത്തനത്തിൽ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നുള്ള സേനാംഗങ്ങളും മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ പോലീസ് അംഗങ്ങളും എല്ലാം വളരെ സജീവമായി പങ്കെടുത്തിരുന്നു. ഫയർ സർവീസിലെ നിരവധി ആളുകൾ അഹോരാത്രം പണിയെടുത്തു. അതിനകത്ത് എടുത്തു പറയത്തക്ക ഒരു പേരാണ് മൂന്നാർ സ്റ്റേഷനിലെ പ്രദീപിൻ്റേത്. പ്രദീപ് ഇതുപോലുള്ള രക്ഷാപ്രവർത്തനത്തിൽ മുമ്പും അതിസജീവമായി പങ്കെടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് ഈ രക്ഷാപ്രവർത്തനത്തിലും വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പെട്ടിമുടി ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സാക്ഷ്യപത്രമാണ് എന്നോടൊപ്പമുള്ള ഷൺമുഖണ്ണൻ. അദ്ദേഹത്തിൻ്റെ 2 മക്കളെയും അദ്ദേഹത്തിന് ദുരന്തത്തിൽ നഷ്ടമായി. അതിലേറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം ദിവസങ്ങളോളം തിരഞ്ഞിട്ടും ഒരാളുടെ ഡെഡ് ബോഡി പോലും കണ്ടെത്തിയില്ല എന്നുള്ളതാണ്. അണ്ണേ വണക്കം. ஆனால் அந்த பெரிய துரந்தத்தில் உன்னோட 2 மக்களும் இறந்துட்டார். அந்த பெரிய ட்ராஜடி அதை பற்றி ஏதாவது சொல்லுங்க. അത് 2020 ഓഗസ്റ്റ് 6-ാം തീയതിയാണ് നമ്മൾ പെട്ടിമുടിയിൽ ഒരു നിലച്ചരിവ് ഏർപ്പെടുന്നത്. அந்த நிலச்சரிவில் தோட்டம் தொழிலாளிகளாக இருந்த ஒரு 70 பேர், அதாவது சுமார் ஒரு 20 குடும்பங்களுக்கு மேலே அங்கே இறந்து போயிட்டாங்க. ஃபயர் ஃபோர்ஸில் மாதிரி அன்னைக்கு ஒரு ஹெல்ப் பண்ணுறது வேறு யாருமே இல்லாத மாதிரி இருந்துச்சு. நம்ம செல்லும்போது அரசியல்வாதிகள் இருந்தாங்க, எம்பி இருந்தார், எம்எல்ஏ இருந்தார், அதுபோல் பல மந்திரிமார் வந்தாங்க, கவர்னர் வந்தார், முதலமைச்சர் வந்தார். எல்லோரும் நிவாரணமெல்லாம் பிரഖ്യാപിச்சாங்க. அதை விட காரணம் நம்மளோட தோளோடு தோளாக நிற்கிறதுக்கு அன்னைக்கு இருந்தது ஃபஸ்ட்டு ஃபயர் ஃபோர்ஸு, அதுக்கப்புறம் நம்ம NDRF,
அதுக்கு பின்னால் வந்துட்டு நம்ம சமூக சேவை செய்கிற ஒவ்வொரு அரசியல்வாதிகளுடைய குறைய பேர் அவங்க கூட கொஞ்ச நாள் கழித்து போயிட்டாங்க. ஆனால் கடைசி வரை நின்னது நம்ம ஃபயர் ஃபோர்ஸ்காரங்க தான். அண்ணன் நீங்கள் வந்து இதுக்கு முன்னாடி சொல்லிட்டாரு ஃபயர் ஃபோர்ஸ் தான் நாங்கள் ஃபஸ்ட் டைம் வந்தது. அதை பற்றி ஏதாவது ஞாபகம் இருக்கா? நீங்கள் வந்து இந்த 2 குழந்தைகளும் மிஸ் ஆகிருக்கு. ஆனால் உங்களுக்கு அவங்கள பற்றி எதுவும் தெரியாது. ஆமாம், அதுதான் முக்கிய பிரச்சனை. அது மட்டும் இல்லை, இறந்தது எல்லாருமே சொல்ல போனால் மொத்தம் அந்த 70 பேர் இறந்ததில் ஒரு 60 பேராவது எனக்குள்ள ரிலேட்டிவ்ஸ் தான். அப்போ ஒரு ஆளை கூட நம்ம விடக்கூடாது அப்படின்னு சொல்லி அந்த அதாவது இந்தியாவிலேயே இவ்வளோ பெரிய ஒரு நிலச்சரிவில் ஆமாம் இவ்வளோ பெரிய ஒரு நிலச்சரிவில் இவ்வளவு ஒரு 95% ரெக்கவரி பண்ணியிருக்கோம் அப்படின்னு சொன்னால் அது வந்து ஃபயர் ஃபோர்ஸ், கேரளா ஃபயர் ஃபோர்ஸும் அதுக்கு தலைமை தாங்க நம்ம சகதேவன் சாரும், அதே மாதிரி நம்ம அனீஸ் சார், இவங்கள மாதிரி உள்ள ஒரு இல்லாமல் இருந்தால் அன்னைக்கு இவ்வளவு ரெக்கவரி பண்ணியிருக்க முடியாது. உங்களுக்காக அந்த ஃபயர் ஃபோர்ஸில் பிரதீப் சார் ஞாபகம் இருக்கா? அவங்க சொல்லிட்டாரு முன்னாலே காலையில் தானே உங்களை அந்த இடத்துல எடுத்துடும். அதுக்கப்புறம் ராவிலே சர்ச் போகிறதுக்காக ட்ரை பண்ணிட்டுருக்கோம். அவரை பற்றி என்ன நினைக்க போகிறேன்? பிரதீப் சாரை வந்துட்டு சத்தியத்தில் சொன்னால் அவரை வந்து ஒரு காலம் வச்சாலும் மறக்க முடியாது. ஏன் மறக்க முடியாதுன்னு சொன்னால் காலையில் இப்போ 7 மணிக்குன்னா 8 மணிக்கு கரெக்டாக அங்கே இருப்பார். அங்கே இருப்பார். நான் 7 மணிக்கு வீட்டிலேருந்து கிளம்பிடுவேன் சண்முகம், நீங்கள் ஒரு காரியம் செய்யுங்க, நான் 8 மணிக்கெல்லாம் அங்கே வந்துடுவேன், 8 மணிக்கு வந்துடுவேன், நீங்கள் 8 மணிக்கு வந்துடுங்கன்னு சொன்னால் 8 மணிக்கு கரெக்டாக இருப்பார் அவர். அது மாதிரி அவங்களுக்குள்ள ஒரு டீமே அப்படி தான் இருக்கும். எங்கள் அந்த துரந்தத்தில் எங்களுடைய ஒரு குடும்ப உறுப்பினராக, அதாவது ஃபேமிலி மெம்பர் போல் ஆகிட்டார். ஆனால் அந்த ட்ராஜடி நடந்த பிளேஸுக்கு பக்கத்தில் தானே பூதக்குழி இருக்குது. ஆனால் அதுக்கப்புறம் கிராவல் பேங்க் இருக்குது, நிறைய கேள்விப்பட்டிருக்கேன். அதை பற்றி ஏதாவது பேசுங்க. அதாவது பெட்டிமுடியிலேருந்து ஒரு 3 கிலோமீட்டருக்கு அப்புறம் தான் இந்த கிராவல் பேங்குன்னு சொல்கிற இடம். இந்த கிராவல் பேங்க் அப்படிங்கிறது பழைய பிரிட்டிஷ்காரங்களுக்கு வந்து தங்குறதுக்காக வேண்டி அன்றைக்கி வச்சுருந்ததும், அந்த ஆற்றுல வந்து மீன் பிடிச்சி அவங்க சாப்பிட்றதுக்காக அந்த இடத்துல போகும்போது ஒரு எஸ்ஸு போல் ஒரு வளவு இருக்குது. அந்த வளவில் தான் நிறைய ஆற்றுல நிறைய தண்ணி வந்த உடனே இந்த வளவு திரும்பும்போது என்னாச்சுன்னா குறைய டெட் பாடி எல்லாம் அங்கிட்டு ஒதுங்கிடுச்சு. இப்போ ஃபஸ்ட்டு NDRF-காரங்க போயிட்டு சும்மா வந்துட்டாங்க, நிறைய டெட் பாடி கிடைக்கும். ஆமாம். அது ஒரே நாளில் மட்டும் ஒரு அன்னைக்குள்ள நம்ம ஃபயர் ஃபோர்ஸ்காரங்களுடைய தலைமையில் நடக்கப்பட்டது ஒரு 7-8 பேர் ஒரு மணி நேரத்தில் நம்ம ரெக்கவரி பண்ணியாச்சு. அதே மாதிரி இந்த பூதக்குழிங்கிற இடம் வந்துட்டு டேஞ்சரஸான இடம் தான். அது பெட்டிமுடியிலேருந்து ஒரு 14 கிலோமீட்டர் போகணும். போயிட்டு ஃபாரஸ்ட்டுக்குள்ளே திக் ஃபாரஸ்ட் தான் அது, அதாவது அடர்ந்த காடு அப்படின்னு சொல்லுவாங்க தமிழில். அதில் போய் ஒரு மலையில் முட்டி திருப்பி வந்துட்டு இடத்து சைடு வந்து அந்த தண்ணி திரும்பும். அந்த தண்ணி திரும்பி ஒரு 500 மீட்டரில் வந்து தண்ணி வந்துட்டு நிலத்துக்குள்ளே போகும். உள்ளே போயிடும். பெரிய ஒரு குழி, அந்த குழிக்குள்ளே போயிட்டு திருப்பி வரணும் அப்படின்னா ஒரு 100 மீட்டர் கழிச்சு தான் தண்ணி வெளியே வரும். அங்கேருந்து அந்த பூதக்குழியை வந்துட்டு எனக்கு தெரிஞ்ச அளவில், எனக்கு 51 வயசாச்சு, எனக்கு தெரிஞ்ச அளவில் வந்து நான் அங்கே போனதே கிடையாது. இந்த துரந்தத்துக்கு தான் போனது. இவங்க வந்துட்டு அந்த இடத்துல வந்து ரொம்ப ஒரு அதாவது இவங்களுக்குள்ள ஒரு ஃபயர் ஃபோர்ஸுக்குள்ள ஒரு இது இருக்கு இல்லையா, ஒரு கயிறெல்லாம் கட்டி இறங்கி அந்த திரைச்சல் நடத்துனதில் அது வந்து இவங்களை வந்து ரொம்ப வந்து என் மனசை, அதை தமிழில் என்ன சொல்லுவாங்கன்னா மனசை நெருடிட்டாங்க அப்படின்னு சொல்லுவாங்க. அதாவது நம்மளோட ஹிருதயத்தில் போய் ஆழ்ந்து பிடிச்சு എന്നുള്ള ഒരു മലയാള വാക്കുണ്ടല്ലോ, അതുപോലെ ആയിരുന്നു ഇവരുടെ ഒരു പണിത്തിരക്ക്. അതായത് അവരുടെ ഫാമിലിയുടെ ഒരാളെ നഷ്ടപ്പെട്ടു എന്ന രീതിയിലായിരുന്നു അന്നത്തെ തെരച്ചിൽ. இந்த கொஸ்டின் ஆஸ்க் பண்ணும்போது எனக்கு இதயத்துக்குள்ளே நோய் இருக்குது. ஆனால் இந்த இன்டர்வியூ கம்ப்ளீட் ஆகிறதுக்கு முன்னாடி அவரை பற்றி ஏதாவது பேசுங்க. உங்கள் 2 குழந்தைகளும், அதாவது குழந்தைகளை சொல்ல போனால் ரொம்ப ஒரு மனசுக்கு சங்கடம் வரும். அவங்கள இப்போ நினச்சாலும் எனக்கு பெரிய சங்கடம். அது சுருக்கமாக எப்படி சொல்கிறதுன்னு எனக்கு புரியலை. ஆனால் அவங்களுடைய ஒரு மரணம் அப்படிங்கிறது அந்த கொரோனா வந்ததுனால தான். இந்த கொரோனா வந்ததுனால மட்டும்தான் அவங்க இங்கேருந்து கிளம்பி போனாங்களே தவிர, இல்லைன்னா அவங்கெல்லாம் வந்து அங்கே போய் அந்த துரந்தத்தில் பட்டிருக்க முடியாது. அது ஒரு இப்போ நினச்சாலும் ஒரு மனசுக்கு பெரிய ஒரு
துரந்தத்தை ஏற்படுத்துகிற ஒரு ஏற்படும். ஒരിக்கலும் மறக்க முடியாது. இப்படி ஒரு துரந்தம் வந்து இத்தனை ஒரு ரிலேட்டிவ்ஸ் எல்லாம் இறந்து போயிருப்பாங்க அப்படிங்கிறது ஒரு பெரிய ஒரு சங்கடம். ഈ കുഴി നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. ഇതേപോലെയുള്ള നിരവധിയായ കുഴികൾ ഈ ഭൂപ്രദേശമാകെ ഉണ്ട്. പെട്ടിമുടിയിലെ ഓരോ മനുഷ്യജീവനെയും നമ്മൾ റിക്കവർ ചെയ്ത് ഇത്തരം ഭാഗങ്ങളിൽ നിന്നാണ്. നീണ്ട 22ഓളം ദിവസത്തെ തെരച്ചിലിൽ ഈ ഭൂമിയെ ആകെ ഇളക്കി മറിച്ച് നമ്മൾ ജീവനെ കണ്ടെത്താനുള്ള പരിശ്രമത്തിൻ്റെ ശേഷിപ്പുകളാണിവ. പെട്ടിമുടിയിലെ ആ ഉരുൾപൊട്ടലിന് ശേഷം എല്ലാ അവശിഷ്ടങ്ങളും വന്ന് ഒഴുകിപ്പോയത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ പുഴയിലൂടെയാണ്. പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യങ്ങളും വഴിഞ്ഞൊഴുകി നിൽക്കുന്ന ഈ മനോഹരമായ പുഴ പക്ഷേ അന്ന് നിമിഷ നേരം കൊണ്ട് ദുരന്ത ഭൂമികയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മുരുകൻ ഓർക്കുന്നുണ്ടോ 2020 ഓഗസ്റ്റിലെ നമ്മുടെ തിരുവോണം? അന്ന് അവസാനത്തെ ബോഡിയും റിക്കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പുഴയിലെ വെള്ളവും ബ്രെഡുമായിരുന്നു നമ്മുടെ ഉച്ചത്തെ തിരുവോണ സദ്യ. അത് ഓർമ്മപ്പെടുത്തണമോ സാർ? അത് യാവപ്പെടുത്തണമോ? അതാണ് സാർ അன்றைக்கி നടന്ന എല്ലാ സംഭവവും வாழ்க்கையில் മറക്ക முடியாது. ഈ കൈകളിലൂടെ കടന്നുപോയ പെട്ടിമുടിയിലെ 66 ജീവിതങ്ങൾ അത് ഉറങ്ങുന്നത് ഈ കാണുന്ന മണ്ണിലാണ്. അതോടൊപ്പം എൻ്റെ നുറുങ്ങുന്ന ഓർമ്മകളും അർപ്പിക്കുന്നു. എൻ്റെ പേര് അനീഷ് പി ജോയ്. ഞാൻ അടിമാലി അഗ്നിരക്ഷാ നിലയത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിയ പ്രദീപ് സാറിനോടൊപ്പം 13 വർഷക്കാലത്തോളം എനിക്ക് ജോലി ചെയ്യാനുള്ള അവസരമുണ്ടായി. ഞാൻ 2005 മൂന്നാർ നിലയത്തിൽ ജോലി ചെയ്യുമ്പോൾ ശ്രീ പ്രദീപ് സാറ്, സർവീസിൽ നിന്ന് വിരമിച്ചു പോയവരായ ശ്രീ ജോയ് സാറ്, സണ്ണി സാറ്, രാജൻ സാറ് അടക്കമുള്ള ക്രൂവിനോടൊപ്പമാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അവരോടൊപ്പം ജോലി ചെയ്ത് എൻ്റെ സർവീസ് ജീവിതത്തിൽ എനിക്ക് മറക്കാനാകാത്ത ഒട്ടനവധി അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് പാഠങ്ങളും നൽകിയിട്ടുണ്ട്. എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇവരോടൊപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് എൻ്റെ സർവീസ് കാലയളവിൽ എനിക്ക് ഒട്ടനവധി ഉപകാരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ട വ്യക്തിയാണ് ശ്രീ പ്രദീപ് സാറ്. രക്ഷാപ്രവർത്തന മേഖലകളിൽ സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ പ്രദീപ് സാറ്. അദ്ദേഹത്തിനോടൊപ്പമുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് ഒട്ടനവധി അനുഭവങ്ങൾ സമ്പാദിച്ച് നൽകിയിട്ടുണ്ട്. ഒട്ടനവധി ചെറുതും വലുതുമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഏർപ്പെട്ടു. ഞങ്ങൾ പങ്കെടുത്ത ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് പെട്ടിമുടി ദുരന്തമാണ്. ഞങ്ങളന്ന് അടിമാലിയിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന സമയത്ത് മറ്റൊരു രക്ഷാപ്രവർത്തന സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇങ്ങനെയൊരു ദുരന്തമുണ്ടായെന്ന് ഞങ്ങൾ അറിയുന്നതും ഞങ്ങളെ അങ്ങോട്ട് വിളിക്കുന്നതും. ഉടൻ തന്നെ ഞങ്ങൾ ആ ചെയ്തുകൊണ്ടിരുന്ന രക്ഷാപ്രവർത്തനം പൂർത്തീകരിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പെട്ടിമുടിയിലേക്ക് പോയി. ആ പോകുന്ന വഴികളിൽ നിരവധി സ്ഥലങ്ങളിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ട് അദ്ദേഹത്തിന് ഹൈറേഞ്ച് മേഖലയിലുള്ള റോഡുകളെക്കുറിച്ചുള്ള വലിയ അറിവുള്ളതിനാൽ ഞങ്ങൾ പല കുറുക്കു വഴികളും താണ്ടി ഞങ്ങൾ പെട്ടിമുടിയിൽ എത്തുകയും വളരെ മോശം കാലാവസ്ഥയിൽ ദുർഘടമായ പാതയിലൂടെ സഞ്ചരിച്ച് നിരവധി ദിവസങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആദ്യം മുതൽ അവസാനം വരെയുള്ള ആളുകളുടെ ബോഡി റിക്കവർ എടുത്തതിന് ശേഷം ഞങ്ങൾ വളരെ വിജയകരമായി പൂർത്തീകരിച്ച ഒരു രക്ഷാപ്രവർത്തനമാണ് പെട്ടിമുടി ദുരന്തം. ഈ ദുരന്തഭൂമിയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി അതിൻ്റെ സന്ദേശം ലഭിച്ചപ്പോൾ ആദ്യമായി എന്നോടൊപ്പം ചേർന്ന കേരള ഫയർഫോഴ്സിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശ്രീ അനീഷ് പി ജോയ്, അതോടൊപ്പം പങ്കുചേർന്ന മറ്റ് കേരള ഫയർ സർവീസിലെ മറ്റ് ഉദ്യോഗസ്ഥർ, അന്ന് ജില്ലാ ഫയർ ഓഫീസറായിരുന്ന ശ്രീ രജീവി കുര്യാക്കോസ്, അതേപോലെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ എന്നോടൊപ്പം അതിൽ എല്ലാ സമയങ്ങളും പങ്കാളിത്തം വഹിച്ച ശ്രീ ജോയി കെ വി, ഇടുക്കി സ്റ്റേഷൻ ഓഫീസറായിരുന്ന ശ്രീ ജയദേവൻ, മറ്റ് കേരളത്തിലെ മധ്യ മേഖലയിലും തിരുവനന്തപുരം മേഖലയിലും പെട്ട ഇവിടെ ജോലിക്ക് നിയോഗിക്കപ്പെട്ട് വന്ന മുഴുവൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും NDRFൻ്റെ
വിനോജ് സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ മുഴുവൻ ദിവസങ്ങളും പ്രവർത്തിച്ച NDRF സംഘം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥർ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ, മറ്റ് ഈ പ്രാദേശികമായിട്ടുള്ള ഈ ജനവിഭാഗങ്ങളിലുള്ള മുഴുവൻ പേരുടെയും പൂർണ്ണമായ ഒരു പ്രവർത്തനം ആണ് ഇവിടെ കാഴ്ചവെച്ചത്. ഈ പെട്ടിമുടി ദുരന്തത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഇവരെല്ലാം, ഞാൻ ഈ പറഞ്ഞ ആളുകളും, അതോടൊപ്പം വിവിധ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിച്ച വളരെ പ്രഗത്ഭരായ ആളുകളുടെ സജീവ സാന്നിധ്യവും അവരുടെ നേതൃത്വവും, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ അന്ന് സബ് കളക്ടറായിരുന്ന മറ്റ് മുഴുവൻ ആളുകളുടെയും നേതൃത്വവും ആണ് ഈ പെട്ടിമുടി ദുരന്തത്തെ ഇത്ര വലിയ രീതിയിൽ ഒരു റിക്കവറി ചെയ്യാൻ നമ്മളെ സഹായിച്ചതെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയും ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ യാത്ര പറയുന്നു പെട്ടിമുടിയോട്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത കുറേ നീറുന്ന ഓർമ്മകൾ ഇവിടെ അവശേഷിപ്പിച്ചുകൊണ്ട്. പെട്ടിമുടിയുടെ ദുരന്തമെന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഒരുപാട് നീറുന്ന അനുഭവങ്ങളും ഒരുപാട് മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളും ഇപ്പോഴും ഇവിടെയുള്ളത് നാം കണ്ടു. അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.